സോ ഞാനങ്ങനെ ഒരു 200 സീരീസുകൾ കണ്ടു തീർത്തു. ആദ്യം കണ്ട് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടപ്പോൾ ഞാൻ തീർത്തും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര സീരീസുകൾ ഞാൻ ലൈഫിൽ ഇത്ര ചുരുങ്ങിയ ടൈമിനുള്ളിൽ കണ്ടു തീർക്കും എന്നുള്ളത്. എഴുതി വെച്ചത് നന്നായി, അല്ലെങ്കിൽ ലിസ്റ്റ് പോലും കിട്ടില്ലായിരുന്നു. സോ ഓൾറെഡി ഞാൻ കണ്ട 50 സീരീസ് 100, 150 എന്ന് പറഞ്ഞ് ഓൾറെഡി നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ള 150 മുതൽ 200 വരെയുള്ള 50 സീരീസുകളെ കുറിച്ചായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുക. സോ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. ദെൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 50 എണ്ണത്തിന് വളരെ ചുരുക്കി, അല്ലെങ്കിൽ ഈ ഓരോ സീരീസും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം മാത്രമായിരിക്കും ഞാനിവിടെ പറയാം. കാരണം ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പല സീരീസുകളുടെ റിവ്യൂ ഞാൻ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ചെയ്യാത്തതിനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ അടുത്ത് തന്നെ ചെയ്യാം. സോ അധിക സമയം കളയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു. 151ാമത്തെ ദി ഡെവിൾസ് അവർ. ഇതൊരു ത്രില്ലർ സീരീസാണ്. ഒരു 3-3:30 ഒരാൾ ഡെയിലി എണീക്കുന്നു. സോ അതിന് പുറകിലുള്ള മിസ്റ്ററി എന്താണെന്ന് കാണിക്കുന്ന ഒരു സീരീസ് ആയിരുന്നു. ആമസോൺ പ്രൈം വീഡിയോയിലാണ്. സോ ഇതിൻ്റെ എൻഡിങ് ഒക്കെ ഗംഭീരമാണ്. ഒരു ലിമിറ്റഡ് സീരീസാണ്. സോ പ്രോപ്പറായിട്ട് കഥ തുടങ്ങി അവസാനിച്ച് ഒരു പർട്ടിക്കുലർ പോർഷൻ നല്ല നീറ്റായിട്ട് കാണിക്കുന്ന ഒരു സീരീസാണ്. നല്ല ത്രില്ലറാണ്. ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടുപോക്കാം. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ഉള്ളത് തോന്നുന്നു, ദി ഡെവിൾസ് അവർ. ദെൻ രണ്ടാമത്തെ ദി ഇന്ത്യൻ പ്രഡേറ്റർ. സോ ഇതൊരു നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു ഡോക്യു സീരീസാണ്. ഇതുപോലെ ഒരുപാട് ഡോക്യു സീരീസ് ഇവരുടെ കയ്യിലുണ്ട്. സോ അതിൽ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്യു സീരീസ് എന്ന് പറയും ഇന്ത്യൻ പ്രഡേറ്റർ. നമ്മൾ കണ്ട് ഞെട്ടിപ്പോവും. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ സിനിമയിൽ എടുത്ത്, അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ദെൻ വൺ പീസ് ഒരു സീരീസ് അല്ല, ഒരു 10-20 സീരീസ് കണ്ടൊരു ഫീലാണ്. കാരണം ഇതിനൊരു 1000 സ്റ്റിൽ ഇപ്പോൾ ഇത്ര വരെ 1091 എപ്പിസോഡുണ്ട്. സോ ഒരു 100 എപ്പിസോഡുള്ള ഒരു സീരീസ് ആണെങ്കിൽ തന്നെ നോക്കിയാൽ ഒരു 10-12 സീരീസിൻ്റെ ലെങ്ത് ഉണ്ട് ഈ ഒരു ഒറ്റ സീരീസിന്. അറൗണ്ട് ഒരു 2022 ഡിസംബറിൽ എന്താണ് ഞാനത് തുടങ്ങുന്നത്. 2023 ജൂണോ അല്ല മാർച്ചോ അങ്ങനെ എപ്പോഴോ അറൗണ്ട് ഒരു 5-6 മാസം എടുത്തു ഞാൻ വൺ പീസ് കംപ്ലീറ്റ് ചെയ്യാൻ. അത്ര ടൈം എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു. അതായത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന സാധനം. ഈ ഒരു എപ്പിസോഡ് ലെങ്ത് കൊണ്ടാണ് ഞാൻ കുറേ കാലം മാറ്റി വെച്ചത്. ഇതേപോലെ കുറേ പേര് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ മാറ്റി വയ്ക്കരുത്. ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി പീസ്. ദെൻ പേട്ടേക്കാളി. സോ പേട്ടേക്കാളി ഒരു തമിഴ് വെബ് സീരീസ് ആയിരുന്നു. സൂര്യയുടെ മറ്റേ വാടിവാസൽ എന്ന പടത്തിൻ്റെ ആ ഒരു സെറ്റിലൊക്കെ എടുത്തിട്ടുള്ള സാധനമാണ്. കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ആണെന്ന് പറയും. അത്ര വലിയ കമ്പനി സാധനങ്ങളിൽ കണ്ടിരിക്കാൻ പറ്റും. ദെൻ അടുത്ത് പണിഷർ. നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്നിട്ടുള്ള മാർവൽ സീരീസുകളുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ സീരീസ് ആയിരുന്നു. 2 സീസണുകളോട് അത് കഴിഞ്ഞ് ഇവർ ക്യാൻസൽ ചെയ്തു. സോ പണിഷറിൻ്റെ വാച്ചിങ് ഓർഡറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഡെയർ ഡെവിൾ, ലൂക്കേജ് ഒക്കെ കാണുന്നതിൻ്റെ ഇടയിൽ വേണമെന്ന് കാണാൻ. സോ പണിഷർ അടിപൊളിയാണ്. ദെൻ ദി ലാസ്റ്റ് ഓഫ് അസ്. ഇതൊരു ഗെയിം അഡാപ്റ്റേഷൻ ആയിരുന്നു. ഗംഭീര സാധനം. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. ദെൻ ദി സക്സഷൻ. ഇത് കുറച്ച് സ്ലോ ആണ്, അല്ലെങ്കിൽ കുറച്ച് മെല്ലെ പോക്കുള്ള ഒരു സീരീസാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എൻഡിങ് ഉണ്ട്. നമ്മൾ ഞെട്ടിത്തെറിച്ച് ഇല്ലാണ്ടായി പോകും. കാരണം എഴുത്തെന്ന് പറഞ്ഞാൽ അത്ര ഗംഭീര എഴുത്തുള്ള കിഡിലൻ ആക്ടിങ് ഉള്ളൊരു സീരീസ് കൂടിയാണ്. ഒരു ഫാമിലി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫാമിലിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സീരീസ് കാണിച്ചത്. പക്ഷേ മെറ്റഫോറിക്കലായിട്ട് ആദ്യ എപ്പിസോഡുകൾ മുതൽ ഇവർ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ അത് അവസാനത്തെ 1-2 എപ്പിസോഡിൽ ഇവർ തീർത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നൊരു സീരീസ് ആയിരുന്നു സക്സഷൻ. ദെൻ കേരള ക്രൈം ഫയൽസ്. ഇതൊരു മലയാളത്തിലെ ഐ തിങ്ക് ആദ്യത്തെ വെബ് സീരീസ് എന്തായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയത്. ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സീരീസ് തന്നെയാണ്. ദെൻ സീക്രട്ട് ഇൻവേഷൻ. ഇത് മാർവലിൻ്റെ സ്ഥിരം സെറ്റപ്പായി പോയ ഒരു സീരീസാണെന്ന് പറയും. പക്ഷേ തുടക്കമൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ അവസാനത്തേക്ക് കൊളാക്കി ചളാക്കി. ദെൻ മോൺസ്റ്റർ. ഇതൊരു ആനിമിയാണ്. ഇതൊരു വൺ ഹെൽ ഓഫ് ആൻ ആനിമി എന്ന് പറയാം. ദിസ് ഈസ് നോട്ട് എ ചൈൽഡിഷ് തിങ്. ഇതൊരു കുട്ടികൾക്ക് പറ്റിയ സാധനമല്ല. ദിസ് ഈസ് ഹൈലി മെച്ചോർഡ്, ഹൈലി അഡൾട്ടറേറ്റഡ്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്, അതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിങ്, അതിൻ്റെ ക്യാരക്ടറൈസേഷൻ. ഒരു യോഹാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ആൻറ്റി ഹീറോ, അല്ലെങ്കിൽ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയാം. കിഡിലിനായിട്ട് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് മോൺസ്റ്ററിലുള്ളത്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആനിമയാണെന്ന് പറഞ്ഞ് മാറ്റിയേക്കരുത്. ഇത് കണ്ടു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പഴയ ആനിമേഷൻ ക്വാളിറ്റിയൊക്കെ ആയിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. മോൺസ്റ്റർ അതിഗംഭീര ഒരു സീരീസാണ്. ദെൻ സീലോ. ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് അടിപൊളിയാണ്. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ കുറേ പേര് ഒരു സിലോ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റിയിൽ താമസിക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയാണ്. സോ അതിനകത്ത് നടക്കുന്ന കുറേ മിസ്റ്ററി, അതിന് പുറത്തെന്താണെന്നൊക്കെ കാണിക്കുന്ന ഒരു നല്ല സൈഫൈ സീരീസാണ്. ഐ തിങ്ക് ആപ്പിൾ TV പ്ലസിലൂടെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ദെൻ ബ്ലേഡ്സ് ഓഫ് ദി ഗാർഡിയൻസ്. ഇതൊരു കിഡിലൻ ആനിമേറ്റഡ് സീരീസാണ്. ഐ തിങ്ക് ഇതൊരു ചൈനീസോ ഒരു മാൻഡറിൻ സീരീസ് എന്തോ ആണ്. ലെവൽ സാധനമാണ്. ഇതിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വേറെ ലെവൽ സാധനമാണ്. ദെൻ ഹൈജാക്ക്. ഇത് നമ്മുടെ ഇഡ്രിസ് എൽബ നായകനായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ആപ്പിൾ TV പ്ലസ് സീരീസ് ആയിരുന്നു. ഇതൊരു ത്രില്ലർ സീരീസാണ്. ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്യും, അതിന് തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ. ആദ്യം ഞാൻ കാണുമ്പോൾ വിചാരിച്ചു ഇത് സിനിമയിൽ ഒതുക്കേണ്ട കാര്യമുള്ളൂ, പക്ഷെ നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ 7 എപ്പിസോഡുകളും. ദെൻ ഹണ്ട് ഫോർ വീരപ്പൻ. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു ഡോക്യു സീരീസാണ്. 4 എപ്പിസോഡുകളാണുള്ളത്. വീരപ്പൻ്റെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ദിസ് വൺ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്.
ദെൻ മദകം എന്ന് പറയുന്ന സീരീസ്, ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയ മറ്റൊരു തമിഴ് വെബ് സീരീസാണ്. ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല, കാരണം തുടക്കത്തിൽ രസമുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് എന്തൊക്കെയോ കാണിക്കുന്ന പോലെ തോന്നി. ദെൻ സ്കൾ ഐലൻഡ്, ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ നമ്മുടെ മോൺസ്റ്റർ വേഴ്സിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ആനിമേറ്റഡ് സീരീസാണ്. സോ മോൺസ്റ്റർ വേഴ്സിൽ ഓൾറെഡി മോണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റർ അതൊക്കെ ഈ ലിസ്റ്റിൽ വരാനുണ്ട്. സോ ആപ്പിൾ ടി വി പ്ലസിലൂടെ പുറത്തിറങ്ങിയ ആ ഒരു സീരീസുകളൊക്കെ പോലെ തന്നെ സ്കൾ ഐലൻഡിൽ ഫോക്കസ് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ആനിമേറ്റഡ് സീരീസ്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല, കണ്ടവർ അഭിപ്രായം പറയുക. ദെൻ ഗൺസ് ആൻഡ് ഗുലാബ്സ്, നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെ പുറത്തിറങ്ങിയ രാജൻ്റെയൊക്കെ ഒരു സീരീസാണ്. ഒരുപാട് ഹൈപ്പോടെ പുറത്തിറങ്ങിയ സീരീസ് ആയിരുന്നു, കാരണം ഫാമിലി മാനും ഫർസയൊക്കെ ഇറക്കിയവർ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നൊരു തോട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, അത്രയ്ക്ക് വലിയ സാധനമായിട്ട് തോന്നിയില്ല. ദെൻ വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ, ഇതും നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരുന്നു. സോ ലൈവ് ആക്ഷന് സ്ഥിരം സംഭവിക്കുന്ന ക്ലീശ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പുറത്തിറങ്ങിയ ഒരു സീരീസ് ആയിരുന്നു. എല്ലാവരും ഞെട്ടിച്ചു വന്ന് ഇത് തീർത്തും ആരും പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് വൺ പീസ് അത്ര ഗംഭീരമായിട്ടുള്ള സാധനം, അതിനൊരു ലൈവ് ആക്ഷൻ അടിപൊളിയാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആനിമി കാണാത്ത കുറേ പേരുണ്ട്, ലൈവ് ആക്ഷൻ മാത്രം കണ്ട കുറേ പേരുണ്ടെന്ന് അറിയാം. സോ അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആനിമി കൂടി കണ്ടുവെക്കുക ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ദെൻ വാരിയർ എന്ന് പറയുന്ന സീരീസ്, ഇതൊരു ഹൈ ഒക്ടൈൻ ആക്ഷൻ എൻ്റർടൈനറാണ്. നമ്മുടെ ഐ തിങ്ക് HBO മാക്സിലൂടെയൊക്കെയാണ് ഇത് പുറത്തിറങ്ങുന്നത് തോന്നുന്നു. കിഡിലിനായിട്ട് ചേർത്തിട്ടുള്ള നമ്മുടെ അവർ ബ്രൂസ്ലി എഴുതിയ കഥയാണ്, ബ്രൂസ്ലിയുടെ തന്നെ ലൈഫ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അടിപൊളിയായിട്ടുള്ള സീരീസാണ്, കുറച്ച് 18+ സീരീസ് കൂടിയാണ്. ദെൻ മൂവിംഗ് എന്ന് പറയുന്ന സീരീസ്, ഇതൊരു കൊറിയൻ സീരീസ് ആയിരുന്നു. ഇതൊരു സൈഫൈ സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോ പോലത്തെ ഒരു സീരീസാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു പ്ലോട്ടും അടിപൊളിയാണ്. ഞാൻ പറയുന്നില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ കണ്ടുവെക്കുക അടിപൊളി സീരീസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. ദെൻ ബംബെ മേരി ജാൻ, ഐ തിങ്ക് ഇത് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ സീരീസാണ്. നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കഥയാണ് ഈ സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസ് ആയിരുന്നു, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ദെൻ സിറ്റഡൽ എന്ന് പറഞ്ഞ സീരീസ്, ഇത് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങിയ ഒരു വലിയ സീരീസ് ആയിരുന്നു. ഐ തിങ്ക് പ്രിയങ്ക ചോപ്രയും ദെൻ നമ്മുടെ ചങ്ങനെ പേര് മൂപ്പരൊക്കെ ഉള്ള സീരീസാണ്. ഇത് വലിയ ഹൈപ്പോടെ പുറത്തിറങ്ങിയിട്ട് ഒന്നും ഇല്ലാണ്ടായിപ്പോൾ ഒരു സാധനമാണെന്ന് തോന്നുന്നു, കാരണം ഭയങ്കര ബഡ്ജറ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ദെൻ ഹെവൻലി ഡെലൂഷൻ, ഇതൊരു അടിപൊളി ആനിമയാണ്. ഐ തിങ്ക് ആമസോൺ അല്ല ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ജൂബിലി എന്ന് പറയുന്ന സീരീസ്, ഇതും മറ്റൊരു ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ സീരീസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അടിപൊളിയാണ്, ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്, ഇതിലെ ക്യാരക്ടേഴ്സ് അടിപൊളിയാണ്, ഇതിൻ്റെ ആക്ടിങ് അടിപൊളിയാണ്. ഇത് ഐ തിങ്ക് കുറച്ച് അണ്ടർ-റേറ്റഡ് ആണ്, അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ സ്റ്റിൽ കുറച്ച് മെല്ലെപ്പൊക്കെയുള്ളൊരു സാധനമാണ്. പക്ഷേ ഫോർ ദി പ്രൊഡക്ഷൻ സ്കെയിൽ കണ്ടുവെക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ദെൻ താജ് ഡിവൈഡഡ് ബൈ ബ്ലഡ്, ഐ തിങ്ക് C5 പുറത്തിറങ്ങിയ സീരീസാണ്. ഇത് അത്രയ്ക്കെങ്ങനെ സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. ദെൻ ഫർസി അടിപൊളിയാണ്, ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ്. ഇത് മറ്റേ ഫാമിലി മാൻ്റെ സ്പിൻ ഓഫ് അല്ല, ആ ഒരു യൂണിവേഴ്സിൽ അടങ്ങുന്നൊരു സാധനമാണ്. അത് എത്തിക്കുന്നത് അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ സ്പോയിലറൊക്കെ ആയിരിക്കും വിചാരിക്കും, പക്ഷേ ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സോ വിജയ് സേതുപതിയും നമ്മുടെ ഷാഹിദ് കപൂറൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയൊരു സീരീസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫർസി. ഇനി സെക്കൻഡ് സീസണൊക്കെ വരാതിരിക്കുന്നുണ്ട്. അടുത്തത് ദ ബെയർ, ഇതൊരു ഗംഭീര സീരീസാണ്. ഒരു കിച്ചണകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സീരീസ് കാണിച്ചു തരുന്നത്. ഒരു കിച്ചണകത്ത് ഒരു യുദ്ധക്കളം തന്നെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. ഇറ്റ്സ് ഗ്രേറ്റ് സീരീസ്. ദെൻ ദി വില്ലോ, ഇതൊരു പഴയ കാലത്ത് പുറത്തിറങ്ങിയ ഒരു സിനിമയുടെ ലൈവ് ആക്ഷൻ എന്ന രീതിയിൽ പുറത്തിറങ്ങിയ ഒരു സീരീസാണ്. അത്രയ്ക്ക് വലിയ സംഭവമല്ല, എന്നാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് കാണാൻ പറ്റിയ സാധനം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുണ്ട്. ദെൻ അടുത്തത് 1899, ഇത് നമ്മുടെ ഡാർക്ക് സീരീസിന് ക്രിയേറ്റേഴ്സ് പുറത്തിറക്കിയ അടുത്ത സീരീസ് ആയിരുന്നു, നെറ്റ്ഫ്ലിക്സിന് വേണ്ടി തന്നെ. നല്ല സാധനമാണ്, നല്ല അടിപൊളി എൻഡിങ് ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ അവസാനമൊക്കെ ക്ലിഫ് ഹാങ്ങറൊക്കെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ക്യാൻസൽഡ് ദിസ്, സ്ഥിരം പരിപാടി. ദെൻ ഫ്രമിൻ്റെ സെക്കൻഡ് സീസണും ഫസ്റ്റ് സീസണും അടിപൊളിയാണ്. ഐ തിങ്ക് കഴിഞ്ഞ ലിസ്റ്റിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയത്. സോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലോസ്റ്റിൻ്റെ ഒരു വൈബ് നൽകി പോകുന്ന ഒരു സീരീസ് തന്നെയാണ് ഫ്രം. ദെൻ വെനസ്ഡേ, ഇത് ആ ഒരു ഒറ്റ പാട്ട് കൊണ്ട് ഭയങ്കരധികം വൈറലായ ഒരു സീരീസ് ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല എന്നൊരു എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് കിട്ടിയത്, അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ദെൻ ദി കോണ്ടിനെൻ്റൽ, ഇത് നമ്മുടെ ജോൺ വിക് സിനിമകളുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഒരു സീരീസാണ്. തുടക്കമൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഓക്കെ എന്നൊരു മോഡ് മാത്രമാണ്, അത്ര അതിഗംഭീര സാധനമായിട്ട് തോന്നുന്നില്ല. ദെൻ ബ്ലൂ ഐ സാമുറായി, ഇത് വേറെയുള്ളൊരു സാധനമാണ്, ആനിമേറ്റഡ് ആണ്. ഈ പറയുന്ന ലിസ്റ്റിലൊക്കെ അടിപൊളിയായിട്ട് വരുന്നത്, ലൈവ് ആക്ഷനെ കാട്ടി ചിലതൊക്കെ. ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേറ്റഡ് ആണ്. ഇപ്പോൾ ആർക്കെയിൻ, സൈബർ പങ്ക്, എഡ്ജ് റണ്ണേഴ്സ്, ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടി കണ്ടു. അത്ര ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ആനിമേഷനുള്ള സീരീസാണ് ബ്ലൂ ഐ സാമുറായി. ദെൻ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ്, ഇത് നേരത്തെ പറഞ്ഞ പോലത്തുള്ള മോൺസ്റ്റർ വേഴ്സിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഒരു സീരീസ് ആയിരുന്നു. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ ടൈം ലൈനും ടൈം പീരീഡ് ഒക്കെയാണ്, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പല ടൈം ലൈൻ, പല ടൈം പീരീഡ്. സോ അതുകൊണ്ട് ഇത് കണ്ടിരിക്കാൻ നല്ല രസമുള്ള സാധനമാണ്. ദെൻ കാലാപാനി, ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആയിരുന്നു. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ മിസ്റ്ററിയൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സീരീസ്. ഇത് കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു.
പക്ഷേ അവസാനം കൊണ്ടുവരും സെക്കൻഡ് സീസൺ എന്ന് പറഞ്ഞ് വയ്ക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നിൽ തന്നെ തീർക്കായിരുന്നു. ദെൻ ബോഡീസ്, ഇതൊരു മിനി സീരീസാണ്, ഇതൊരു സൈഫൈ സീരീസാണ്. പക്ഷേ ഇതിന് മേക്കിംഗ് അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി പ്ലോട്ടും അടിപൊളിയാണ്. 4 കാലഘട്ടത്തിൽ ഒരേപോലത്തെ ഒരു മർഡർ നടക്കുന്നു, അതിന് പുറകിൽ നടക്കുന്ന മിസ്റ്ററി. അവർ 4 ടൈം പീരീഡിലും ഒരേ സ്ഥലത്ത് കുറേ ആൾക്കാർ അന്വേഷിക്കുന്ന പോലത്തെ ഒരു വെറൈറ്റി കോൺസെപ്റ്റുള്ള സാധനം. അടിപൊളിയാണ്, കണ്ടുനോക്കുക. ദെൻ ദി റെയിൽവേ മാൻ, ഇത് ഗംഭീരമായിരുന്നു. ഇത് സ്റ്റിൽ അൺറൈറ്റഡ് ആണ്, അധികം ആൾക്കാർ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ഭോപ്പാൽ ട്രാജഡിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ചെർണോബിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും, തീർച്ചയായിട്ടും കണ്ടുപോകാം. അമ്മാതിരി ക്വാളിറ്റി ആയിട്ടാണത്. ദെൻ ഫോൾ ഓഫ് ദി ഹൗസ് ഓഫ് ദി അഷർ, നമ്മുടെ മൈക്ക് ഫ്ലാനഗൻ ഒരുക്കിയ അടുത്ത സീരീസ് ആയിരുന്നു നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സ്ഥിരം സീരീസുകൾ പോലെ തന്നെ മറ്റൊരു ക്വാളിറ്റി ഉള്ളൊരു ഹൊറർ സീരീസ് എന്ന് പറയാം. ദെൻ യു യു ഹക്കുഷോ, ഇതൊരു ആനിമയുടെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 5 എപ്പിസോഡുകളുള്ളൂ, അധികം വലിപ്പിക്കാതെ കുറേ ആർക്കുകൾ കൺസൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സീസണൊക്കെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ദെൻ സോളോ ലെവലിംഗ്, ഇതൊരു ആനിമയാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മാൻവേനെ ബേസ് ചെയ്ത് പുറത്തിറക്കിയുള്ള ഒരു ആനിമയാണ്. ഇതൊരു മാൻവേ ഞാൻ വായിച്ചിട്ടുള്ളൂ, പക്ഷേ ആനിമ അടിപൊളിയാണ്. ഇതുവരെ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുവരെ ഒരു 3-4 എപ്പിസോഡുകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ദെൻ പേഴ്സി ജാക്സൺ ആൻഡ് ദി ഒളിമ്പ്യൻസ്, ഇത് നമ്മൾ ഓൾറെഡി സിനിമകളും ബുക്കുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ കൂടിയാണ്. പക്ഷേ ദിസ് വൺ ഹാസ് ക്വാളിറ്റി, നല്ല ക്യാരക്ടറൈസേഷൻ, നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല ക്വാളിറ്റിയോടെ ഇങ്ങനെ പോകുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്ത ഡെത്സ് ഗെയിം, ഇത് ആമസോൺ പ്രൈം വീഡിയോയിൽ പുറത്തിറങ്ങിയ ഒരു കൊറിയൻ സൈഫൈ ഫാൻറ്റസി സൂപ്പർ ഹീറോ അല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷേ അടിപൊളി ഫാൻറ്റസി സീരീസാണ്. ഇതൊരു റീഇൻകാർണേഷൻ, മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു 12 ലൈഫ് കൊടുക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല കിഡിലും VFX ഒക്കെയാണ് അതിൽ. ഈ നരകമൊക്കെ കാണിക്കുന്നതൊക്കെ സെറ്റ് സാധനമായിരുന്നു. ദെൻ ഇതിൻ്റെ സ്റ്റോറി ലൈനും അടിപൊളിയാണ്. 2 പാർട്ടായിട്ടായിരുന്നു. ദെൻ എക്കോ എന്ന് പറഞ്ഞ സീരീസ്, ഇത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറോടെ പുറത്ത് വന്ന നമ്മുടെ മാർവലിലെ മറ്റൊരു പുതിയൊരു സീരീസാണ്. അറിയാലോ എന്താ അവസ്ഥ ആയിരിക്കും. ദെൻ പേരില്ലൂർ പ്രീമിയർ ലീഗ്, ഇത് ഡിസ്നി പ്ലസിലൂടെ പുറത്ത് വന്നിട്ടുള്ള ഒരു മലയാളം വെബ് സീരീസ് ആയിരുന്നു. ഇത് നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ഒരു കുഞ്ഞിരാമേണൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു വൈബ് ഉണ്ട്. അത്ര ഗംഭീര സാധനം, ഒരു മസ്റ്റ് വാച്ച് ആയിട്ടൊന്നുമല്ല. ഒരു പോപ്കോൺ വർത്തി എന്ന രീതിയിൽ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു വാച്ചബിൾ സീരീസ് തന്നെയാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ്. കുറച്ചൊക്കെ ചിരിക്കാറുണ്ട്. ദെൻ റീച്ചർ എന്ന് പറഞ്ഞ സീരീസ്, ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് സീസൺ കണ്ടു നിർത്തിയിരിക്കുകയാണ്. സെക്കൻഡ് സീസൺ ഇപ്പോൾ റീസെൻ്റിലേക്കാണ് കംപ്ലീറ്റ് ആയത്. സോ ഫസ്റ്റ് സീസൺ അടിപൊളിയാണ്, സെക്കൻഡ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു ആക്ഷൻ അല്ല, നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു ആക്ഷൻ മോഡ് കൂടി ഇടയ്ക്ക് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ബീഫ് എന്ന് പറഞ്ഞ സീരീസ്, ഇത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ സീരീസാണ്. ദിസ് ഈസ് ആൻ A24 സീരീസ്. സോ A24 എന്ന സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സിനിമകൾ കണ്ട ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ലെവൽ എന്തായിരിക്കും എന്നുള്ളത്. ഇതെല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ A24 സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം, ഗംഭീരമായിട്ടാണ്. ഇതെങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കും എന്നുള്ളത് കാണാനാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന്. കാരണം ഇതൊരു ചെറിയ സാധനത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു സീരീസാണ്. പക്ഷേ ഒരു 2 പേര് ഒരു കാറിൽ പോകുമ്പോൾ അങ്ങോട്ട് ഹോൺ അടിച്ചിട്ടുണ്ടാകുന്ന ഒരു ചെറിയൊരു ഇഷ്യൂ, അത് പക്ഷേ എവിടെ പോയി അവസാനിക്കുന്നു, അതിനിടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്ന ഒരു സീരീസാണ് ബീഫ്. കുറച്ച് സ്ലോ പേസ് ആണ്, പക്ഷേ സ്റ്റിൽ നല്ല ക്വാളിറ്റി ഐറ്റം. ദെൻ ഇന്ത്യൻ പോലീസ് ഫോഴ്സ്, നല്ല കൂറ സീരീസ്. ദെൻ ഇഷൂറ എന്ന് പറഞ്ഞ സീരീസ്, ഇതൊരു ആനിമയാണ്. ഇത് പെട്ടെന്നാണ് ഞാൻ എടുത്ത് കാണുന്നത്. ഇപ്പോൾ വലിയ ഹൈപ്പൊന്നും അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് അറിയാതെ വെറുതെ ഒന്ന് കണ്ടു നോക്കിയതാണ്, റാൻഡായിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ് അടിപൊളിയാണ്. ഇതൊരു ഫാൻറ്റസി സീരീസാണ്. നമ്മുടെ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ സെറ്റപ്പ് എന്നൊക്കെ പറയാം. പക്ഷെ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇതിന് വേറൊരു രീതിയാണ്, വേറൊരു പ്രത്യേക ജോണറിലാണ് ഇത് നീങ്ങുന്നത് പറയാം. ഇതിൻ്റെ വേൾഡ് ബിൽഡിങ് അടിപൊളിയായിരിക്കും, ബിൽഡ് ചെയ്ത് വരണുള്ളൂ. ഇപ്പോൾ സ്റ്റിൽ ഒരു 3-4 എപ്പിസോഡുകൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ തുടക്കം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് സ്കാവഞ്ചേഴ്സ് റെയിൻ, ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. ഇതൊരു സൈഫൈ സീരീസാണ്, അടിപൊളി സാധനമാണ്. ഇതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടൊരു സാധനമാണ്. പക്ഷെ ഇത്ര ഗംഭീരമായിരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ സൈഫൈ സാധനങ്ങളുടെ ആ ഒരു മേക്കിങ്ങിലുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ. ഇതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ്, ഇതിൽ കാണിക്കുന്ന കുറേ പ്ലാനറ്റ്സ്, അതിലെ ടെറൈൻ, അതൊക്കെ തന്നെ ഭയങ്കര ഫ്രഷാണ്. ദെൻ ആ ഒരു കഥ പറയുന്ന രീതി, ഇതിലെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒക്കെ അടിപൊളി. സോ സ്കാവഞ്ചേഴ്സ് റൺ, ഐ തിങ്ക് ഇത് ഞാൻ കംപ്ലീറ്റ് റിവ്യൂ ഇട്ടിട്ടില്ല, തീർച്ചയായിട്ടും ഇടാം. അടിപൊളി സാധനമാണ്, കണ്ടുവെക്കുക. ദെൻ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ, ഇത് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ആപ്പിൾ TV+ പുറത്തിറങ്ങിയ സീരീസാണ്. സോ ഇതിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകളാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വരെ ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. ബാക്കി ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകണുള്ള ഒരാഴ്ച. പക്ഷേ ഇതൊരു കമ്പാനിയൻ സീരീസാണ്. നമ്മുടെ ബാൻഡ് ഓഫ് ബ്രദേഴ്സിൻ്റെയും പസഫിക്കിൻ്റെ ഒക്കെ തന്നെ ഒരു കമ്പാനിയൻ സീരീസാണെന്ന് പറയാം. ഏരിയൽ കോമ്പാക്ട് സീക്വൻസുകൾ, ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഗംഭീരമാണ്. സോ വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു സാധനം. ഇതിൻ്റെ മേക്കിംഗ് കാണാൻ വേണ്ടി കണ്ടുപോകാൻ പറ്റുന്ന സാധനം തന്നെയാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ. സോ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ ആണ് ഞാൻ കാണുന്ന 200ാമത്തെ സീരീസ്.
സോ ഇത്ര സീരീസുകളാണ് ഞാൻ കണ്ടത്. ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ ഈ സീരീസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസുകൾ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ വളരെ ലൈറ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തതൊക്കെ ഇനി വഴിയെ വരും. സോ നിങ്ങൾ ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സീരീസുകൾ ഇപ്പോൾ കണ്ടു, അതിൽ തന്നെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സീരീസുകൾ ഏതൊക്കെ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.